നമസ്കാരം. 1999 മഞ്ഞ് മൂടിയ കാർഗിൽ മലനിരകളിൽ പാകിസ്ഥാനെതിരെ ഭാരതം നടത്തിയ പോരാട്ടം കേവലം ഭൂപ്രദേശങ്ങൾ വീണ്ടെടുക്കാനുള്ള പോരാട്ടം മാത്രമായിരുന്നില്ല, മറിച്ച് അത് സാങ്കേതിക തികവിൻ്റെയും തന്ത്രജ്ഞതയുടെയും കൂടി പരീക്ഷണമായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 15,000-ലധികം അടി ഉയരത്തിൽ കടുപ്പമേറിയ തണുപ്പിലും ദുർഘടമായ ഭൂപ്രകൃതിയിലും നിലയുറപ്പിച്ചിരുന്ന ശത്രുക്കളെ തുരത്തുക എന്നത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വൻ വെല്ലുവിളിയാണ് ഉയർത്തിയത്. എന്നാൽ ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഏറെക്കാലം മറഞ്ഞുനിന്ന ഒരു വസ്തുതയുണ്ട്. ഓപ്പറേഷൻ സഫേദ് സാഗർ എന്ന ഇന്ത്യൻ വ്യോമസേനയുടെ ദൗത്യത്തെ വിജയത്തിലെത്തിക്കുന്നതിലും മിറാഷ് 2000 യുദ്ധവിമാനങ്ങൾക്ക് കൃത്യതയുള്ള ആക്രമണശേഷി നൽകുന്നതിലും ഇസ്രയേൽ നൽകിയ രഹസ്യവും നിർണായകവുമായ പിന്തുണയാണത്. ദശാബ്ദങ്ങൾക്ക് ശേഷം ഒരു മുൻ ഇസ്രയേലി വ്യോമസേനാ ഉദ്യോഗസ്ഥൻ്റെ വെളിപ്പെടുത്തലുകളിലൂടെ പുറത്തു വന്ന ഈ സഹകരണ കഥ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധത്തിൻ്റെ അടിത്തറ എത്രത്തോളം ശക്തമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഈ ചരിത്രപരമായ കൂട്ടുകെട്ടിൻ്റെ തുടക്കം 1996 നവംബറിലാണ്. ഇസ്രയേലിൻ്റെ പ്രമുഖ പ്രതിരോധ കമ്പനിയായ റഫേൽ അഡ്വാൻസ് ഡിഫൻസ് സിസ്റ്റംസും ഇന്ത്യയും തമ്മിൽ മിറാഷ് 2000 വിമാനങ്ങളിൽ ലൈറ്റ്നിങ് ടാർഗറ്റിംഗ് പോഡുകൾ ഘടിപ്പിക്കുന്നതിനായി കരാർ ഒപ്പിടുന്നു. ശത്രുക്കളുടെ കേന്ദ്രങ്ങളെ കൃത്യമായി നിരീക്ഷിക്കാനും ആക്രമിക്കാനും ഈ സാങ്കേതിക വിദ്യ ഇന്ത്യൻ പൈലറ്റുമാരെ പ്രാപ്തരാക്കുന്നു. 96 നവംബർ മുതൽ 99 മാർച്ച് വരെ ഇസ്രയേലി എഞ്ചിനീയർമാരും ഇന്ത്യയുടെ DRDO, HAL എന്നിവയിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് കഠിനമായ പരീക്ഷണങ്ങൾ നടത്തുന്നു. എന്നാൽ 99 മാർച്ചിൽ വിമാനങ്ങളുടെ പ്രാഥമിക പരിശോധനകൾ പൂർത്തിയായി എങ്കിലും ഈ സംവിധാനം പൂർണ്ണമായും സജ്ജമായിരുന്നില്ല. അതിനിടയിലാണ് കാർഗിലിൽ അപ്രതീക്ഷിതമായി യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. 99 മേയിൽ കാർഗിൽ യുദ്ധം രൂക്ഷമായ ഘട്ടത്തിൽ ടെൽ അവീവിലെ ഇന്ത്യൻ ഡിഫൻസ് അറ്റാഷെയായിരുന്ന ഗ്രൂപ്പ് ക്യാപ്റ്റൻ NAK ബ്രൗൺ ഒരു വെള്ളിയാഴ്ച രാത്രി ഇസ്രയേലി ഉദ്യോഗസ്ഥരെ അടിയന്തരമായി ബന്ധപ്പെടുന്നു. ജൂതന്മാരുടെ വിശുദ്ധ ദിനമായ ശാബത്ത് ആരംഭിച്ച സമയമായിരുന്നിട്ടും കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ ഇസ്രയേൽ ഒട്ടും സമയം കളയാതെ പ്രതികരിക്കുന്നു. വെറും 48 മണിക്കൂറിനുള്ളിൽ ഇസ്രയേലി എഞ്ചിനീയർമാരും വിദഗ്ധരും അടങ്ങുന്ന ഒരു സംഘം ആവശ്യമായ ഉപകരണങ്ങളുമായി ഇന്ത്യയിലേക്ക് വിമാനം കയറി. ഇന്ത്യയിലെ വ്യോമസേനാ താവളത്തിലെത്തിയപ്പോൾ മാത്രമാണ് പ്രശ്നത്തിൻ്റെ ഗൗരവവും അടിയന്തരാവസ്ഥയും ഇസ്രയേലി സംഘത്തിന് പൂർണ്ണമായി ബോധ്യമായത്. തുടർന്ന് അവർ രാപ്പകലില്ലാതെ വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നു. വിമാനങ്ങളിൽ പുതിയ സാങ്കേതിക വിദ്യ സംയോജിപ്പിക്കുക എന്നത് വലിയൊരു സാങ്കേതിക വെല്ലുവിളിയാണ്. ഫ്രഞ്ച് നിർമ്മിത മിറാഷ് 2000 വിമാനത്തിൽ ഇസ്രയേൽ നിർമ്മിത ടാർഗറ്റിംഗ് ബോർഡുകളും അമേരിക്കൻ നിർമ്മിത ലേസർ ഗൈഡഡ് ബോംബുകളും ഒരുമിച്ച് പ്രവർത്തിപ്പിക്കണമായിരുന്നു. വ്യത്യസ്ത സാങ്കേതിക വിദ്യകളിൽ നിർമ്മിച്ച ഈ 3 സംവിധാനങ്ങളെയും യുദ്ധ സാഹചര്യത്തിൽ ഒറ്റ ലക്ഷ്യത്തിനായി ഏകോപിപ്പിക്കുക എന്നത് അത്യന്തം സങ്കീർണവുമാണ്. വിമാനത്തിൻ്റെ വൈദ്യുത തകരാറുകൾ പരിഹരിച്ചും നിരന്തരമായ പരിശോധനകൾ നടത്തിയും ഇസ്രയേലി എഞ്ചിനീയർമാരും ഇന്ത്യൻ ഉദ്യോഗസ്ഥരും ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി. സ്ക്വാഡ്രൺ ലീഡർ ഗർഷോൺ അറോറ, ലഫ്റ്റനന്റ് രാജീവ് കുമാർ ദാസ്, എയർ മാർഷണൽമാരായ രഘുനാഥ് നമ്പ്യാർ, നർമ്മദേശ്വർ തിവാരി തുടങ്ങിയ ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ അർപ്പണബോധം ഈ തത്വത്തിൽ നിർണായകമായി. ടൈഗർ ഹില്ലിലെയും മറ്റ് തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലെയും ശത്രുക്കളുടെ താവളങ്ങൾ തകർക്കാൻ ഈ പരീക്ഷണങ്ങൾ വഴിയൊരുക്കി. ഉയർന്ന മലനിരകളിൽ നിലയുറപ്പിച്ചിരുന്ന ശത്രുക്കൾക്ക് മേൽ കൃത്യതയോടെ ബോംബുകൾ വർഷിക്കാൻ മിറാഷ് 2000 വിമാനങ്ങൾക്ക് കഴിഞ്ഞു. ഇത് യുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കുകയും പാകിസ്ഥാൻ്റെ പിന്മാറ്റം വേഗത്തിലാക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര തലത്തിൽ ആയുധ വിതരണം നീട്ടിവെക്കാൻ സമ്മർദ്ദം ഉണ്ടായിരുന്നിട്ടും അതവഗണിച്ച് ഹെറോൺ സെർച്ചർ ഡ്രോണുകളും ലേസർ ഗൈഡഡ് മിസൈലുകളും ഇന്ത്യക്ക് നൽകാൻ അന്ന് ഇസ്രയേൽ തയ്യാറായി. വ്യോമസേനാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ നടന്ന ഈ കൃത്യതയാർന്ന ആക്രമണങ്ങൾ ഇന്ത്യയുടെ വിജയം ഉറപ്പാക്കി. ഈ അടിയന്തര പ്രതിരോധ സഹകരണം കേവലം ഒരു യുദ്ധകാല സഹായത്തിനുമപ്പുറം ഈ രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സൗഹൃദത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. ഈ ദൗത്യത്തിനായി 100-ലധികം തവണ ഇന്ത്യ സന്ദർശിച്ച ഇസ്രയേലി ഉദ്യോഗസ്ഥർക്ക് ഇന്ത്യയോടും ഇവിടുത്തെ ഉദ്യോഗസ്ഥരോടും വലിയ സഹോദര ബന്ധമാണ് രൂപപ്പെട്ടത്. തലമുറകൾ കൈമാറ്റം ചെയ്യപ്പെട്ട ഈ പ്രതിരോധ ബന്ധം ഇന്നും തുടരുന്നു. കാർഗിൽ യുദ്ധത്തിൽ ഇസ്രയേൽ നൽകിയ ഈ രഹസ്യ പിന്തുണ ഇന്ത്യയുടെ വ്യോമാക്രമണ ശേഷിയെ പുനർനിർവചിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് ഇന്നും കൂടുതൽ ശക്തമായി തുടരുന്ന ഭാരത ഇസ്രയേൽ തന്ത്രപ്രധാന പങ്കാളിത്തത്തിന് ഉറപ്പുള്ള അടിത്തറയിടുകയും ചെയ്തു. ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ ഏറ്റവും സസൂക്ഷ്മം
വീക്ഷിക്കപ്പെടുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതുമായ ഒന്നാണ് പശ്ചിമേഷ്യൻ വിഷയങ്ങളിലെ ഇന്ത്യയുടെ നിലപാടുകൾ. അന്താരാഷ്ട്ര വേദികളിൽ തത്വാധിഷ്ഠിത സമീപനങ്ങൾ പുലർത്തിപ്പോന്ന ഒരു രാജ്യം കാലക്രമേണ സ്വന്തം ദേശീയ സുരക്ഷയ്ക്കും തന്ത്രപ്രധാന സഹകരണങ്ങൾക്കും മുൻഗണന നൽകുന്ന പ്രായോഗിക നയതന്ത്രത്തിലേക്ക് മാറിയ കാഴ്ചയാണ് കാണാനാകുന്നത്. പ്രത്യേകിച്ച് പലസ്തീൻ വിഷയത്തിലടക്കം ഇസ്രയേലിനെ പൂർണ്ണമായി തള്ളിക്കളയാൻ ഇന്ത്യ തയ്യാറാകാതിരുന്നതിന് പിന്നിൽ കാർഗിൽ യുദ്ധകാലത്തുണ്ടായ കഠിനമായ പരീക്ഷണ ഘട്ടങ്ങളിൽ ഇസ്രയേൽ നൽകിയ നിഴൽ പിന്തുണയും അതോടൊപ്പം വളർന്നു വന്ന അതിദൃഢമായ പ്രതിരോധ സാങ്കേതിക കൂട്ടുകെട്ടുമാണെന്ന വിലയിരുത്തലുകൾ ഏറെ ശക്തമാണ്. ഹിമാലയൻ സാനുക്കളിൽ ഉയർന്നു കേട്ട വെടിയൊച്ചകൾക്കിടയിൽ കെട്ടിപ്പടുത്ത ആ വിശ്വസ്തതയാണ് ഇന്ന് ഭാരതത്തിൻ്റെ വിദേശ നയത്തിലും ഭൗമരാഷ്ട്രീയ തീരുമാനങ്ങളിൽ നിഴലിച്ചു നിൽക്കുന്നത്. ചരിത്രത്തിലേക്ക് കണ്ണോടിച്ചാൽ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ മുൻനിരക്കാരെന്ന നിലയിൽ ഒരു കാലത്ത് പലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് അടിയുറച്ച പിന്തുണ നൽകിയ പാരമ്പര്യമായിരുന്നു ഇന്ത്യക്കുണ്ടായിരുന്നത്. 47-ൽ ഐക്യരാഷ്ട്രസഭയിൽ പലസ്തീൻ വിഭജന പ്രമേയത്തെ എതിർത്തത് മുതൽ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന് പലസ്തീൻ്റെ ഔദ്യോഗിക പ്രതിനിധിയെ അംഗീകരിച്ചതുവരെ ഇന്ത്യ ഈ നയത്തിൽ ഉറച്ചു നിന്നിരുന്നു. എന്നാൽ 90കളുടെ തുടക്കത്തിൽ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടെ ആഗോള സമവാക്യങ്ങൾ മാറിയപ്പോൾ ഇന്ത്യയും തങ്ങളുടെ കാഴ്ചപ്പാടുകൾ വിപുലീകരിക്കുകയായിരുന്നു. 92-ൽ നരസിംഹറാവു സർക്കാരിൻ്റെ കാലത്താണ് ഇസ്രയേലുമായി ഇന്ത്യ പൂർണ്ണതോതിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നത് പോലും. ഈ ബന്ധത്തിൻ്റെ യഥാർത്ഥ മാറ്റുരയ്ക്കപ്പെടുന്നത് 99-ലെ കാർഗിൽ യുദ്ധത്തിലായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് അന്താരാഷ്ട്ര ശക്തികൾ മടിച്ചു നിന്നപ്പോഴും അടിയന്തരമായി മുന്നോട്ട് വന്ന് സാങ്കേതിക വിദ്യകളും ആയുധങ്ങളും ഡ്രോണുകളും നൽകി ഇന്ത്യയെ സഹായിക്കാൻ ഇസ്രയേൽ മടിച്ചില്ല. കാർഗിൽ യുദ്ധത്തിലെ ഈ അനുഭവപാഠം ഇന്ത്യയുടെ പ്രതിരോധ സുരക്ഷാ ചിന്തകളിൽ വലിയൊരു വഴിത്തിരിവായി മാറുകയായിരുന്നു. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പ്രതിരോധ പങ്കാളിയാണ് ഇസ്രയേൽ എന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞു. ഇതിനുശേഷം അതിർത്തി സുരക്ഷ, ഭീകരവിരുദ്ധ പോരാട്ടങ്ങൾ, രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറൽ, റഡാർ സാങ്കേതികവിദ്യ, കൃഷി, ജലപരിപാലനം, ബഹിരാകാശ ഗവേഷണം തുടങ്ങി വൈവിധ്യമാർന്ന മേഖലകളിലേക്ക് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അതിവേഗം പടർന്ന് പന്തലിച്ചു. ഇന്ത്യയുടെ സൈനിക ആധുനികവൽക്കരണത്തിൽ ഇസ്രയേൽ നിർമ്മിത ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഘടകങ്ങളായി മാറി. ഇത്തരമൊരു തന്ത്രപ്രധാന ആഴത്തിലുള്ള പങ്കാളിത്തം നിലനിൽക്കുമ്പോൾ അന്താരാഷ്ട്ര വേദികളിൽ ഇസ്രയേലിനെ പൂർണ്ണമായും തള്ളിപ്പറയുന്നത് സ്വന്തം ദേശീയ സുരക്ഷയെ തന്നെ ബാധിക്കുമെന്ന തിരിച്ചറിവ് ഇന്ത്യക്കുണ്ടായി. എങ്കിലും പലസ്തീൻ വിഷയത്തിൽ ഇന്ത്യ തങ്ങളുടെ അടിസ്ഥാനപരമായ നിലപാടുകളിൽ നിന്ന് പൂർണ്ണമായി പിന്മാറിയെന്നതിനേക്കാൾ ഡീഹൈഫനേഷൻ എന്ന സമർത്ഥമായ നയതന്ത്ര തന്ത്രമാണ് ഇന്ത്യ പ്രയോഗിക്കുന്നത് എന്ന് കാണാം. അതായത് ഇസ്രയേലുമായുള്ള ദൃഢമായ ബന്ധത്തെയും പലസ്തീനുമായുള്ള ബന്ധത്തെയും വെവ്വേറെ തലങ്ങളിൽ നിർത്തി കൈകാര്യം ചെയ്യുക. ഇസ്രയേലിൻ്റെ തന്ത്രപ്രധാന സുരക്ഷാ പിന്തുണയെ മാനിക്കുമ്പോൾ തന്നെ ഇരുരാഷ്ട്ര പരിഹാരം വഴി പ്രശ്നം പരിഹരിക്കണമെന്നും പലസ്തീൻ ജനതയ്ക്ക് സാമ്പത്തികവും മാനുഷികമായ സഹായങ്ങൾ നൽകണമെന്നുമുള്ള നിലപാടുകളിൽ ഇന്ത്യ ഇന്നും വ്യക്തത പുലർത്തുന്നുണ്ട്. എന്നാൽ ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രയേലിനെതിരെ വരുന്ന ചില പ്രമേയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയോ നിഷ്പക്ഷത പാലിക്കുകയോ ചെയ്യുന്നത് ഇസ്രയേൽ നൽകുന്ന തന്ത്രപ്രധാനമായ സഹകരണത്തെ മുൻനിർത്തി തന്നെയാണ്. ചുരുക്കത്തിൽ പലസ്തീൻ കാര്യത്തിലടക്കം ഇസ്രയേലിനെ കൈവിടാതെ ചേർത്ത് പിടിക്കുന്ന ഭാരതത്തിൻ്റെ നിലപാടിന് പിന്നിൽ കാർഗിൽ യുദ്ധം മുതൽ രൂപപ്പെട്ടു വന്ന പരസ്പര വിശ്വാസത്തിൻ്റെയും നയതന്ത്ര പിന്തുണയുടെയും വലിയൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. സ്വന്തം അതിർത്തികളുടെ സംരക്ഷണത്തിനും ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിനും അത്യാവശ്യമായ പ്രതിരോധ പങ്കാളിയെ തള്ളിപ്പറയാതിരിക്കുക എന്നത് ഏതൊരു പരമാധികാര രാഷ്ട്രത്തിൻ്റെയും സ്വാഭാവികമായ നയതന്ത്ര താല്പര്യമാണ്. ആദർശപരമായ പഴഞ്ഞ നയങ്ങളിൽ മാത്രം തളച്ചിടപ്പെടാതെ വർത്തമാനകാലത്തെ ദേശീയ ആവശ്യങ്ങൾ മുൻനിർത്തി വിദേശ നയം രൂപകൽപ്പന ചെയ്യുന്ന ഒരു പുതിയ ഭാരതത്തിൻ്റെ പ്രായോഗിക രാഷ്ട്രീയമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.